ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കാരുണ്യ സ്നേഹമാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മൾ പലപ്പോഴും പലതും പ്രവർത്തിച്ച് നമ്മൾ വേദനിപ്പിക്കുന്ന യേശുവിനെ നിന്റെ സഹോദരനെ കാണാതെ, നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവനെ, കാണപ്പെടാത്തവനെ സ്നേഹിക്കാൻ കഴിയുമോ എന്നാണ് യേശു ക്രിസ്തു ചോദിച്ചത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ നമ്മൾ സ്നേഹിക്കണം. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചു തന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയായിരുന്നു ശത്രു മരണനേരത്ത് പോലും യേശു കുരിശിൽ കിടന്നുകൊണ്ട് പോലും പ്രാർത്ഥിച്ചത് ശത്രുക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അത്രയും കഠിനമായ വേദനകൾ അനുഭവിച്ചിട്ടും യേശു അവരെ ശപിക്കുകയല്ല ചെയ്തത്. ഒരു അക്ഷരം പോലും ഉരിയാടാതെ എല്ലാം ക്ഷമയോടുകൂടി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. യേശു ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്നു. അമ്മയും സ്വന്തം മകനെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കണ്ടിട്ടും യഹൂദര പട്ടാളക്കാരെ അടിക്കുന്നതും ചമ്മടിയിരിക്കുന്ന മുൾക്കിരീടം അണിയിക്കുന്നതും മരക്കുരിശേക്കിയതും എല്ലാം കണ്ടിട്ടും ഒരക്ഷരം പോലും അമ്മയും മുരിയാടാതെ മകന്റെ ഈ വിഷമതകൾ കണ്ട് പുറകെ നടക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ മരണസമയത്തും യേശുക്രിസ്തു പലതും ചെയ്തിട്ടും പല രാജാക്കന്മാരെയൊക്കെ ഇനി വലിയ ആളായി തീരുവല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് യേശുവിനെ അവര് മരണത്തിനായിട്ട് വിധിച്ചത്. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ നേരത്ത്, യേശുക്രിസ്തു മരിക്കാൻ നേരത്ത് ഭൂമിയിൽ പല അത്ഭുതങ്ങളും അവിടെ നടന്നു. അങ്ങനെ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ശതാധിപന്മാർക്കും രാജാക്കന്മാർക്കും തോന്നിയത് ഇത് സത്യമായിട്ടും ഇത് ദൈവപുത്രനായിരുന്നുവെന്ന്. അവരുടെ ആ ഹൃദയ കാഠിന്യം നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് യേശുവിനോടുള്ള അവരുടെ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവുമാണ് അതിനകത്ത് യേശുവിന് അവരെയൊക്കെ